എസ് ടി ഫാമിലിയിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഉത്സവ കല്യാണത്തിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്, എൻ്റെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 വീഡിയോ ഒക്കെ ഇട്ടതിലൂടെ ഈ വഴികളൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് എത്തും. അടുത്ത് തന്നെ കേട്ടോ, ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, ഒരു 20 മിനിറ്റ് യാത്രയെ തന്നെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും നമ്മളെ കാത്തിട്ട് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ മകനാണ്, എൻ്റെ ഏട്ടൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. അവൻ ഭയങ്കര പെറ്റാണ് എന്നോട്. അപ്പോൾ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കണ്ടോ. ആളെ എത്തി കണ്ടോ, ചിരിച്ച് എൻ്റെ മോനെ എങ്ങനെ സ്വാഗതം ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ, കൈ പിടിച്ച് വലിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അവനൊരു വല്ലാത്ത എനർജിയാണ് കേട്ടോ എനിക്കെന്ന് പറയുന്നത്. അങ്ങനെ ആ കല്യാണത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയതോ, അവിടുത്തെ കല്യാണ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതാ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിലെൻ്റെ ഒരു ഏട്ടൻ്റെ മോളും ഇതിൽ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മുടി അയച്ചിട്ട കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ തലേ ദിവസം വിശേഷങ്ങൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മുടെ അയൽപക്കം എന്ന് പറയുന്നത്, ഞാൻ എന്നും എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ അയൽപക്കക്കാരായിട്ട് ഞാൻ എന്നും ഒരു സന്തോഷം, ഒരിത് ഞാൻ എന്നും അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുമാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ തൊട്ട് എല്ലാവരും ഉണ്ട്, നമ്മൾ ജനിച്ചു വന്ന ആ കുട്ടിക്കാലമൊക്കെ അല്ലേ. അങ്ങനെ പിറ്റേ ദിവസം എണീച്ചു. രാവിലെ എൻ്റെ ഫാമിലി ഇതങ്ങനെ ഇതെല്ലാം എൻ്റെ കുടുംബമാണ് കേട്ടോ, എൻ്റെ വീട്ടിലുള്ളവരാണ്. ഞാൻ ആ ഒറ്റ സ്ലീവ് ഇട്ട് സാരിയാണ് കേട്ടോ. ഞാൻ ഇതങ്ങനെ കല്യാണ വീടെത്തി. അവിടുത്തെ രാവിലത്തെ ചടങ്ങാണ്. രാവിലത്തെ ഇറങ്ങാൻ നിൽക്കലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സുന്ദരി മോള് രതുല്യാണ് കേട്ടോ. നമ്മളെ കുഞ്ഞു പ്രായത്തിലേ ജനിച്ചു വളർന്ന് ആ സമയത്ത് തന്നെ നോക്കി വളർത്തിയ കുട്ടിയാണ്. ഇന്ന് അവൾ ഹൈസ്കൂൾ ടീച്ചറാണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞതും ജോലി നേടി. അത് അവളുടെ ഏറ്റവും വലിയ ആ കുടുംബത്തിന് നല്ലൊരു കൈത്താങ്ങ് തന്നെയാണ് ആ മോള് എന്ന് പറയുന്നത്. ഇത് അവളുടെ അച്ഛനും അമ്മയാണ്, രവിയേട്ടനും വനജ ചേച്ചിയാണ്, എൻ്റെ ഫാമിലിയാണ്. ഇതങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് പെൺകുട്ടി യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വധൻ നമ്മുടെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് കേട്ടോ നിങ്ങൾ പറയണേ. അവൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തൊട്ട് വീട്ടിലെ കുട്ടി തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. അതായത് ഒരുപാട് ഓവർലോഡ് ആകരുത്, മേക്കപ്പ് നാച്ചുറൽ ലെവൽ നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മേക്കപ്പൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. സാരിയും അവൻ്റെ എല്ലാം സെലക്ഷൻ എല്ലാം നല്ല സൂപ്പറായിരുന്നു. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊരു ഉത്സവ കല്യാണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഉത്സവ കല്യാണം എന്ന് പറഞ്ഞു തോന്നുന്നുണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിത് ആ മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്ററിൻ്റെ അപ്പുറം തന്നെയാണ് മണ്ഡപം ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. ഇതാണ് വരനും വധുവും കേട്ടോ. വരൻ നമ്മുടെ ജേർണലിസ്റ്റാണ്, മണികണ്ഠൻ. ഓക്കെ, ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ എന്നും കുറുക്കൻ്റെ കണ്ണ് എന്നും കോഴിക്കോട്ടിലേക്ക് എന്ന് പറഞ്ഞ പോലെ മണ്ഡപത്തിൽ എത്തിയതും അതിൻ്റെ ചുറ്റുമുള്ള പരിസരമാണ് വീണ്ടും എൻ്റെ കണ്ണ് ലേഖ. എനിക്ക് പൂന്തോട്ടങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, കൃഷി ചെയ്യുന്നതിനോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് അവിടെ പോയി. അപ്പോൾ മോനോടൊരു ഡയലോഗ്, മോനെ 2 കമ്പ് പറിക്കടാ, ഒരു ചോക്കോബാർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും CCTV പരിസരം. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെ വരൻ എത്തിക്കഴിഞ്ഞു. വരനെ സ്വീകരിച്ചിട്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളാണ് നിങ്ങളതൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ബാക്കിലുണ്ട്. ഞാൻ തൊട്ട് തന്നെയുണ്ട്. മോളുണ്ട്, എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടത്തിയമ്മമാർ, എൻ്റെ ഏട്ടന്മാർ, ഏട്ടൻ്റെ മക്കൾ എല്ലാവരും കൂടി, പിന്നെ എൻ്റെ നാട്ടുകാർ. എനിക്ക് അതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ നാട്ടുകാരോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആണ്. അവരോട് എല്ലാവരോടും കണ്ടു സംസാരിച്ചു കുറേ നേരം. അതായത് രാവിലെ തുടങ്ങി, തലേ ദിവസം തുടങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം വരെയും അവരുമായിട്ടുള്ള സന്തോഷങ്ങളായിരുന്നു. അതുകൊണ്ടോ മണ്ഡപത്തിലേക്ക് കയറിയ നിമിഷങ്ങളാണ്. ആ കുട്ടിയുടെ മേക്കപ്പും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി തന്നെയാണ് അവളെ മേക്കപ്പ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണത്. താലികെട്ടിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങളാണ് കേട്ടോ. നല്ല രീതിയിൽ ആ കുട്ടി വേറൊരു ജീവിതത്തിലേക്ക് കാൽവെക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ താലികെട്ട് കഴിഞ്ഞു. ഈ സമയത്തൊക്കെ അവിടെ ഞങ്ങളിങ്ങനെ ഒരേ സംസാരമാണ് കേട്ടോ. എത്ര സംസാരിച്ചാലും അത് തീരുന്നില്ല. നമ്മുടെ ചെറുപ്പകാലം മുഴുവൻ നമ്മുടെ നാട്ടുകാരല്ലേ, അവരോടൊത്തുള്ളൊരു ഓരോ നിമിഷങ്ങളും എനിക്ക് എത്ര പറഞ്ഞാലും അത് മതിയാകില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും അവരെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ താലികെട്ട് അവർ രണ്ടാളും, കാരണം ലവ് ആൻഡ് അറേഞ്ച്ഡ് ആണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു സന്തോഷം, എല്ലാ ഫാമിലികളും ഒരുമിച്ചിട്ടുള്ള അവരുടെ ഈ മുഹൂർത്തത്തിലേക്കുള്ള കാൽവെപ്പ്. ഓക്കെ,
ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഞാൻ അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. കാരണം എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണ്. എൻ്റെ ഒരു അനിയത്തി കുട്ടിയാണോ ചോദിച്ചാൽ അനിയത്തിയാണ്, എൻ്റെ ഒരു മോളാണോ ചോദിച്ചാൽ എൻ്റെ ഒരു മോളാണ്. അത്രയധികം സന്തോഷമുണ്ട്. കാരണം നല്ലോണം പഠിച്ച് ജോലിയാക്കി ആ കുടുംബത്തിനെ, അവളുടെ സ്വന്തം കുടുംബത്തിനെ അവൾ സംരക്ഷിച്ച് ആ കുട്ടി തന്നെയാണ് ഈ കല്യാണത്തിൻ്റെ ഏകദേശം എല്ലാ ചിലവും ഈ കുട്ടി തന്നെയാണ് എടുത്തിട്ട് ഈ കല്യാണം നടത്തുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് അല്ല, ഞാൻ എങ്ങനെ പറയാം, ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യമാണ് ആ മോള് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു മോളെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു അച്ഛനമ്മയും ചെയ്തു വെച്ച ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ആ കുട്ടിയെക്കുറിച്ച് ഞാൻ ഇന്ന് അഭിമാനിക്കുകയാണ്. അതുപോലെ വരനും ആ പയ്യനും അത്ര നല്ല കുട്ടി തന്നെയാണ്. ജേർണലിസ്റ്റാണ്, നല്ല അധ്വാന ശേഷിയുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇതാ സദ്യ കേട്ടോ, ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത് കേട്ടോ. എല്ലാവരും കഴിച്ച് കഴിയട്ടെ എന്ന് നമ്മൾ ആ ഫാമിലിയിലൊരു അംഗങ്ങളല്ലേ, അപ്പോൾ നേരത്തെ പോയി കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. വധു ഇറങ്ങുകയാണ് വരൻ്റെ വീട്ടിലേക്ക്. ആ ഒരു നിമിഷം കുറേ കരച്ചിലും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഭാഗം ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അതൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു രംഗമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ കാരണം എത്രയായാലും അല്ലേ, ഒരു മോള് പടിയിറങ്ങുന്ന സമയത്ത് അമ്മയുടെ സങ്കടം, അച്ഛൻ്റെ സങ്കടം, അപ്പുറത്ത് നിന്ന് ഭയങ്കരമായിട്ട് അത് മൊത്തം ചുറ്റുപാടും എല്ലാം ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, വീടെത്തി. പിന്നെ വൈകുന്നേരം റിസപ്ഷൻ പരിപാടിയിലേക്ക് നമ്മൾ വധുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് പോകുമല്ലോ, വരൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സിൽ പോകുകയാണ് കേട്ടോ. അതാ ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ആ ബസ്സിൽ ഞങ്ങളുടെ ഫാമിലി, എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവശത്തുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരേ വർത്തമാനം, തമാശകൾ, ചിരി, കളി, അങ്ങനെ അയ്യോ വല്ലാത്തൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ വരൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള മണ്ഡപത്തിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ തന്നെ ചിലപ്പോൾ പറയാം ആദ്യത്തെ ഒരു കല്യാണമായിരിക്കും ഈ രീതിയിലുള്ളതെന്ന് പറഞ്ഞ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉത്സവ കല്യാണം. കണ്ടോ, വധുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിൻ്റെ മുന്നിൽ തെയ്യം, പൂക്കാവടി, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പുതിയ ട്രെൻഡൊക്കെ ഉണ്ട് അല്ലേ, എന്താണ് ചൈനീസ് രീതിയിലുള്ള വെടിക്കെട്ടുകൾ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെല്ലാവരും കേട്ടോ. വരൻ്റെ വീട്ടിലുള്ളവരും വധുവിൻ്റെ വീട്ടിലുള്ളവരും അതുപോലെ ഇതാ ഈ ഉത്സവ കാഴ്ചകളും ഒക്കെ ആയിട്ട് വധുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതും നമ്മൾ റിസപ്ഷൻ ടൈം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് 6 to 10. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഈ ഉത്സവ കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റിയ ഒരു സമയമാണ് അല്ലേ. കാരണം എന്നാലേ ആ ലൈറ്റ് വെളിച്ചങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, അവിടെ നടക്കുന്ന ഇതാ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാകും. എൻ്റെ സംസാരം ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ് കേട്ടോ, കാരണം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റാതെ. നോക്കിക്കേ ഈ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, നമ്മുടെ എങ്ങനെയുണ്ടെന്നും കൂടി നിങ്ങളൊന്ന് പറയണം കേട്ടോ. രാവിലെ കല്യാണത്തിന് ആരാണോ മേക്കപ്പ് ചെയ്തത്, ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മോളാണ്, അവൾ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ ചെയ്ത വർക്കുകളാണ് കേട്ടോ, അവരുടെ കൂടെ ആരും അസിസ്റ്റൻ്റ് ആയിട്ടില്ല. അപ്പോൾ ഈവനിങ്ങിലും എന്തു പറഞ്ഞു വരൻ്റെ വീട്ടുകാർ, അവർ പറഞ്ഞു ഈ കുട്ടി തന്നെ മതി, ഈവനിങ്ങിലും ഈ കുട്ടി തന്നെ മേക്കപ്പ് ചെയ്താൽ മതി എന്നുള്ള. അവൾ ആ ഒരു കുട്ടിയാണ് കേട്ടോ, അച്ചു എന്നാണ് കേട്ടോ മോളുടെ പേര്. മേക്കപ്പ് ചെയ്ത കുട്ടിയുടെ പേരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ്ട് എല്ലാവരും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇതാ ആ കുട്ടിയെ വരനിതാ എല്ലാവരെയും വരവേറ്റുകൊണ്ട് മോളെയും മോനെയും വരവേറ്റുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ഇതാണ് അവിടുത്തെ മണ്ഡപത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും കെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി വെൽക്കം ഡാൻസോട് കൂടിയിട്ടാണ് അത് കഴിഞ്ഞു, അവരെ ആനയിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വെൽക്കം ഡാൻസ് കൂടി നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് കാണണം കേട്ടോ. എന്താ ഈ വെൽക്കം ഡാൻസിൻ്റെ കുട്ടികളുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ വെൽക്കം ഡാൻസുകൾ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ സ്റ്റേജിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി, ഫാൻറ്റാസ്റ്റിക്, എത്ര മനോഹരമായിരുന്നു എന്നറിയോ ആ ഡാൻസുകൾ എന്ന് പറയുന്നത്. ആ പെൺകുട്ടികളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നേരിട്ടും അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. ആ മക്കളെ പോയിട്ട് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ആ മക്കളെ അഭിനന്ദിക്കാൻ കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റേജിലേക്ക് വരനും വധുവും എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സിൻ്റെ അഭിപ്രായം? രാവിലത്തെയും അതേപോലെ തന്നെ വൈകുന്നേരം റിസപ്ഷനിൽ നടന്നത് എല്ലാ മേക്കപ്പ് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ കുടുംബാംഗങ്ങളെയാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യണം. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനവും ഒക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അതാ വിൽക്കുന്നതാ. അപ്പോൾ അവിടെ 2 കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ട്. എന്താ മക്കളുടെ ഡാൻസ്, ആ കുഞ്ഞു മക്കളുടെ കേട്ടോ. ഇവരെല്ലാവരും അതായത് അവരുടെ ആ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളാണ് കേട്ടോ. അങ്ങനെ മക്കളെ ഈ ഒരു വേദിയിൽ ഇതെല്ലാം അവരുടെ കൂട്ടുകാരാണ് കേട്ടോ. നിങ്ങൾ ആ കൂട്ടുകാർ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. ആ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബാലിയിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് കേട്ടോ. മണികണ്ഠൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കൂട്ടുകാർ ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ്റെ എല്ലാ കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഇന്തോനേഷ്യയിലാണ് അല്ലേ ബാലി എന്ന് പറയുന്നത്, അവിടേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പാക്കേജ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത്രയും വലിയ സമ്പാദ്യമാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. രാത്രി ഞങ്ങൾ 9 മണിയായി വീട്ടിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കാരണം സ്കൂളുകളൊക്കെ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. കാരണം അന്ന് തന്നെ ഇടാൻ പറ്റിയില്ല വീഡിയോ ഒക്കെ. അപ്പോൾ നമുക്ക് എല്ലാ ക്ഷീണവും ഇതൊക്കെ ആയിരുന്നു. ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ പരിസര ഭാഗങ്ങളാണ് കേട്ടോ. പണ്ടത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ നാടൻ ആ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നും എനിക്ക് ഈ പരിസരം ഇറങ്ങുന്ന സമയത്ത് കേട്ടോ, ഈ പരിസരം എത്തിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിലും തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഒന്ന് കണ്ണിന്ന് കുറച്ച് വെള്ളമെങ്കിലും പോകാതിരിക്കും. കാരണം അമ്മയുള്ള ഒരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഇന്നതില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ എപ്പോഴും ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയം പിന്നെ പൂന്തോട്ടം കണ്ടാൽ അറിയാലോ അല്ലേ, കുറച്ച് പേർക്കെങ്കിലും എന്നെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. പൂന്തോട്ടങ്ങളോടും ചെടികളോടും കൃഷിയോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കടലാസ് പൂച്ചെടി നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഒന്ന് എടുത്തു. കാരണം അന്ന് പോകുന്ന സമയത്ത് എല്ലാം ചെടികൾ മാത്രമായിരുന്നു, പൂക്കളൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഈ വീഡിയോ കല്യാണ സമയത്ത് എല്ലാ ചെടികളും കടലാസ് പൂച്ചെടികളെല്ലാം ബോഗൈൻവില്ല അല്ലേ, ഇതാണ് നമ്മൾ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 70 രൂപയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചാർജ് കമ്മിയാണ് അവിടെ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോന്ന് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്നെടുത്തു. യാത്ര തിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ എത്തുകയാണ്. അങ്ങനെ എൻ്റെ വീടെത്തി. എല്ലാവർക്കും നന്ദി.